അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഹഖുൻ നാസി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളവർ ആരോടാണ്? ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത് ആരോടാണ് നബിയെ? ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് ആരോടാണ് നബിയെ? എന്റെ ഉപ്പയോടാണോ, എന്റെ ഉമ്മയോടാണോ, എന്റെ ഭാര്യയോടാണോ, എന്റെ മക്കളോടാണോ, അയൽവാസികളോടാണോ? പടച്ചവനായ തമ്പുരാനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഉമ്മുകാ ഉമ്മുകാ, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, സുമ്മമൻ, അല്ലാഹുവിന്റെ റസൂലേ, അത് കഴിഞ്ഞാൽ പിന്നെ ആരോടാണ് ഞാൻ കടപ്പാടുകൾ കൂടുതൽ കാണിക്കേണ്ടതോ? വീണ്ടും നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മുകാ. വീണ്ടും ആ സ്വഹാബി ആവർത്തിച്ചു ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് മൂന്നാമതും മറുപടി പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മുകാ, നിന്റെ ഉമ്മയോടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു, സുമ്മമൻ. ആ ചെറുപ്പക്കാരനോട് നാലാമത് നബി തങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കുന്നു, വഅബൂകാ, നിന്റെ വാപ്പയോടാണ്, പിതാവിനോടാണ്, ഉപ്പയോടാണ്. അതേ സഹോദരങ്ങളെ, 3 സ്ഥാനമാണ് ഉമ്മാക്ക് പടച്ചവനായ തമ്പുരാൻ കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ആണിനേക്കാളും 3 പദവികളാണ് കൂടുതൽ കൊടുത്തത്. അവേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേവരെ പെണ്ണിനേക്കാൾ പദവികൾ പടച്ചവനായ തമ്പുരാന് പുരുഷന് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് 3 പദവികൾ കൊടുത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഒന്നാമത്തെ പദവി കൊടുക്കാനുള്ള കാരണം അത് ഗർഭം ചുമന്നതിന്റെ പേരിലാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി വാട്ടറും പാലൂട്ടുന്നതും അവരാണ്. ഇവ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി വളർത്തുന്നതും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഒന്നാമത്തെ പദവി ഉമ്മാക്ക് കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ പോലും അറിയാത്ത രീതിയിൽ, നമുക്ക് പോലും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ, നമ്മളെ കാണിക്കാതെ, ഒരാളെയും കാണിക്കാതെ മറച്ചു പിടിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് നടന്ന, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മളെയും താങ്ങി നടന്നിട്ടുള്ള ആ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സഹിച്ചതായ വേദനയുണ്ടല്ലോ, ആ വേദനയ്ക്ക് പകരമായിട്ടാണ് പടച്ചവനായ തമ്പുരാൻ ഒന്നാമത്തെ പദവി ഉമ്മാക്ക് കൊടുക്കുന്നത് എങ്കിൽ, രണ്ടാമത് കൊടുക്കുന്ന പദവി എന്തെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രസവിച്ചതിന്റെ പേരിലാണ്. അതേ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു കുർഹാ വവളഅതുഹു കുർഹാ. എന്തോരു പ്രയാസം സഹിച്ചുകൊണ്ടാണ് പ്രസവിച്ചത്. നിങ്ങൾ അറിഞ്ഞുവോ? നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളറയിൽ നിന്ന് വന്നപ്പോ നിങ്ങൾ ആ വേദന അറിഞ്ഞിട്ടില്ല. ഒരു പുരുഷനും അറിഞ്ഞിട്ടില്ല, ഒരു പെണ്ണും അറിഞ്ഞിട്ടില്ല, ഒരു നേതാവും അറിഞ്ഞിട്ടില്ല, ഒരു മന്ത്രിയും അറിഞ്ഞിട്ടില്ല. ഞാനും നിങ്ങളും പറയുന്നു ഞാനാണ് ഏറ്റവും കൂടുതൽ വേദന സഹിച്ചതെന്ന്. അല്ല, ഒരു പുരുഷന്മാർക്കും ഇതേവരെ ഉമ്മ സഹിച്ചതിന്റെ വേദനയുടെ അംശം പോലും സഹിക്കാൻ കഴിയില്ല. ഈ വേദന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരുഷന്മാർക്കാണ് തന്നതെങ്കിൽ ഒരിക്കലും അവന്റെ ശരീരത്തിന് താങ്ങി നിർത്താൻ കഴിയില്ല. പടച്ചവനായ തമ്പുരാൻ അത്രത്തോളം മഹത്വമാണ് ഉമ്മാക്ക് കൊടുത്തത്. അറിയുമോ? വൈദ്യശാസ്ത്രം പഠിപ്പിക്കുകയാണ്, ഒരു ഉമ്മ പ്രസവിക്കുമ്പോ 200 എല്ലുകളാണ്, 200 അസ്ഥികളാണ് ഒരുമിച്ച് ഒടിയുന്ന വേദനയുള്ളത്.
200 അസ്ഥികൾ ഒരുമിച്ച് ഒടിയുന്ന വേദനയാണ് ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ. ആ ഉമ്മ സഹിക്കുന്നത് വേദനയൊക്കെ സഹിക്കുന്നത് എന്ന് അല്ലാഹു ബഹുമാനപ്പെട്ട വൈദ്യശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു എല്ലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു പൊട്ടൽ സംഭവിച്ചാൽ, നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂചി കൊണ്ടാൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ? ആ വേദന നമുക്ക് താങ്ങാൻ കഴിയുമോ? സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, മരണത്തിന്റെ വേദനയോട് അടുത്ത വേദനയും സഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഉമ്മ പ്രസവിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. അത് ഒന്നാമത്തെ മരണമാണ്. അത് ഉമ്മയുടെ ഒന്നാമത്തെ മരണത്തിന്റെ വേദനയാണ്. ഇത്രയും വേദന ലോകത്ത് ഒരു ആളും ഇതേവരെ സഹിച്ചിട്ടുണ്ടാവൂല. ഒരു പുരുഷന്മാരും ഒരു ആണുങ്ങളും ഇതേവരെ സഹിച്ചിട്ടുണ്ടാവൂല. അത്രയും വലിയ പ്രയാസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മമാര് സഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മമാര് പ്രസവിച്ചപ്പോൾ ഉണ്ടായ വേദന ഇതേവരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്തെല്ലാം വേദനകളാണ് ഉമ്മയോട് നമ്മൾ പങ്കുവെക്കാറുള്ളത്. ഭാര്യയുടെ പ്രശ്നങ്ങൾ വന്നാൽ, മക്കളുടെ പ്രശ്നങ്ങൾ വന്നാൽ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ വന്നാൽ, ബിസിനസ്സിൽ എന്തെങ്കിലും ഡള്ളു വന്നാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ വേദനകളും നമ്മൾ കൊണ്ടുകൊടുക്കുന്നത് ഉമ്മയുടെ മുമ്പിലാണ്. ഉമ്മയുടെ മുമ്പിൽ പോയി നമ്മൾ പരാതി പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേവരെ ഉമ്മ നമ്മളോട് നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളുടെ വേദനയുടെ ഒരു അംശം പോലും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പറയാത്തതെന്നറിയോ? നമ്മൾ അതിന്റെ പേരിൽ വേദനിക്കരുത്. സഹോദരങ്ങളെ, ഈ ഉമ്മയെ നമ്മൾ വല്ലാതെ സ്നേഹിക്കണം. എത്രത്തോളം എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേവരെ നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് പോലും കൊടുത്തിട്ടില്ലാത്ത സ്നേഹം, നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടില്ലാത്ത സ്നേഹം. ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കണ്ട, മക്കൾക്ക് സ്നേഹം കൊടുക്കണ്ട എന്നല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനേക്കാൾ ഇരട്ടി മധുരമുള്ള സ്നേഹമാണ്, ആദരവാണ് നമ്മുടെ ഉമ്മയ്ക്ക് കൊടുക്കേണ്ടത്. അത്രത്തോളം വലിയ ത്യാഗമാണ് ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത് ആ ഉമ്മാക്ക് പടച്ചവനായ തമ്പുരാൻ മൂന്നാമത് പദവി കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? വഫിസാലഹു ഫി ആമൈൻ. 2 വർഷം നമുക്ക് തുടർച്ചയായിട്ട് പാലൂട്ടുകയാണ്. നമ്മൾ ഇതേവരെ കുടിച്ചിട്ടില്ലാത്ത, നമ്മൾ ഇതേവരെ രസിച്ചിട്ടില്ലാത്ത, ആസ്വദിച്ചിട്ടില്ലാത്ത പാനീയമാണ് നമ്മൾ കുടിച്ചത്. ആദ്യമായി നമ്മൾ നുകർന്നതോ പാലാണ്. ആ ഉമ്മയുടെ പാലിന്റെ സ്വാദിന്റെ നൊമ്പരപ്പിന്റെ ആ സ്വാദിന്റെ അനുരാഗമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉമ്മയോട് കൊടുക്കേണ്ടത്. ആ ഉമ്മ എത്ര കാലമാണോ ഈ കുഞ്ഞിന് പാലൂട്ടിയത്, അത്രത്തോളം വലിപ്പമായിരിക്കും ആ ഉമ്മാക്ക് ആ മകനിൽ നിന്ന് കിട്ടുന്ന സ്നേഹം. മനസ്സിലാക്കിക്കോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. 1 വർഷം കഴിയുമ്പോൾ ചില സഹോദരിമാര് ഉമ്മമാരെന്ത് ചെയ്യും? പെട്ടെന്ന് പാലുകൂടി നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. പലരും പറയും 2 വർഷം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, 2 വർഷം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതിന് എതിരാണ് അങ്ങനെ ചെയ്താൽ. പരിപൂർണമായി 2 വർഷം 24 മാസം നിന്റെ കുഞ്ഞിന് ആണാകട്ടെ പെണ്ണാകട്ടെ. ചില ഉമ്മമാര് പറയും, മകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ 2 വർഷം കൊടുക്കണം, ആൺകുട്ടികളാണെങ്കിൽ 1/2 വർഷം കൊടുത്താൽ മതി, 1 വർഷം കൊടുത്താൽ മതി. അത് പെണ്ണുങ്ങൾ ഉണ്ടാക്കണ നിയമമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ പാല് കൊടുക്കുന്ന സമയത്ത്, നിങ്ങൾ മക്കൾക്ക് പാല് കൊടുക്കുന്ന, മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങാനും ഏതെങ്കിലും അസുഖത്തിന്റെ പേരിൽ മരണപ്പെട്ടു പോയാൽ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ പേരിൽ നിങ്ങൾ എങ്ങാനും ആ പാല് കൊടുക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ, ഈ 2 വർഷത്തിന്റെ ഉള്ളിൽ വെച്ച് മരണപ്പെട്ടു പോയാൽ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, നാളെ നിങ്ങളെ ശുഹദാഇന്റെ പട്ടികയിലാണ്, രക്തസാക്ഷികൾ പോകുന്ന സ്വർഗത്തിൽ കടക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, നോമ്പ് പിടിച്ചില്ലേലും കുഴപ്പമില്ല, ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാല് കൊടുക്കുന്ന ഈ സന്ദർഭത്തിൽ, ഈ കാലഘട്ടത്തിൽ നീ ഏതെങ്കിലും ഒരു അസുഖം വന്നുകൊണ്ട് മരണപ്പെട്ടു പോയാൽ ഷഹീദിന്റെ കൂലിയ.
പെട്ടെന്ന് മരിക്കാൻ വേണ്ടി ദ്വാരക്കണ്ട, ഈ കാലഘട്ടത്തിൽ തന്നെ ഞാനങ്ങ് മരിച്ചാൽ ശുഹദാഇന്റെ കൂലി കിട്ടല്ലോ എന്ന് കരുതിയിട്ട് പോയി ആത്മഹത്യ ചെയ്യാനല്ല ഇത് പറഞ്ഞത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു രോഗം വരും, ഉദര രോഗം, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ചിലപ്പോൾ യൂട്രസിൽ ചിലപ്പോൾ രോഗം വരും, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതിന്റെ പേരിൽ ചിലപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് പടച്ചവനായ തമ്പുരാൻ ചില്ലറ പ്രതിഫലമല്ല തരുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ നീ രക്തസാക്ഷിയാണ്. ദുനിയാവിലെ രക്തസാക്ഷിയല്ല, നാളെ ആഖിറത്തിൽ രക്തസാക്ഷിയാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ.